പോളിംഗ് ശതമാനം കൂടിയത് അനുകൂലമാകുന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തുവെന്ന പ്രതീക്ഷയും നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ബി.ജെ.പി. വിരുദ്ധ വികാരം കേരളത്തിലുടനീളമുണ്ടായെന്നും മുന്നണി നേതൃത്വം കണക്കുകൂട്ടുന്നു. വോട്ടിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റമുണ്ടായത് അനുകൂലമായിട്ടാണ് ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ പോളിംഗ് ശതമാനക്കണക്കിലാണ് LDFന്റെ പ്രതീക്ഷ. തങ്ങളുടെ സിറ്റിംഗ് MLA-മാരുള്ള മണ്ഡലത്തിലുണ്ടായ പോളിംഗ് ഇടതുമുന്നണിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ആറ്റിങ്ങലിൽ വിജയം ഉറപ്പാണെങ്കിലും ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകുമെന്നാണ് ഇടതു നേതാക്കൾ പങ്കുവയ്ക്കുന്ന വികാരം. പാർട്ടി സംവിധാനത്തിലുണ്ടായ ഉണർവും പ്രചാരണ തന്ത്രങ്ങളും കൊല്ലത്ത് ഗുണകരമാകുമെന്ന വിലയിരുത്തലും ഇടതു നേതാക്കൾക്കുണ്ട്. ആലപ്പുഴ നേടുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും മധ്യകേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്കയുമുണ്ട്. മധ്യകേരളത്തിലെ വോട്ടിംഗിൽ ഇടത് കേന്ദ്രങ്ങൾ തൃപ്തരല്ലെങ്കിലും വലിയ തിരിച്ചടിയുണ്ടാകില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ വടക്കൻ കേരളത്തിലെ പോളിംഗ് ശതമാനത്തിൽ ഇടതു നേതൃത്വം സംതൃപ്തരാണ്. കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ കേന്ദ്രീകരണം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. വോട്ടിംഗ് നിലയെ സംബന്ധിച്ചും വിജയസാധ്യതയെ സംബന്ധിച്ചും റിപ്പോർട്ട് നൽകാൻ ജില്ലാ കമ്മിറ്റികളോട് CPM നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് തെരഞ്ഞെടുപ്പ് വിലയിരുത്തും. മീഡിയ 1 തിരുവനന്തപുരം.